ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ഒരു തരത്തിലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കാനാവില്ലെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസിന്റെ പരിപൂർണ നിയന്ത്രണം നിലവിൽ അമേരിക്കയ്ക്കുണ്ടെന്നും ട്രംപ് പറഞ്ഞു. And we cannot let Iran have a nuclear weapon. That's all it is. We can't let it. You will have a nuclear war in the Middle East, and that war will come here. That war will go to Europe. We cannot let that happen. And it won't happen. It's not going to happen. That's more important than anything else. We can't I can think of nothing that's more important than the fact that we cannot let Iran have a nuclear weapon. And we won't. No. We get the highly enriched. We will get it. We don't need it. We don't want it. We'll probably destroy it after we get it, but we're not going to let them have it. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, അങ്ങനെയെങ്കിൽ ഒരു സംശയം, അതായത് ഇറാന്റെ ആണവായുധ ശേഷി പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് അമേരിക്ക ഇതിനു മുൻപ് തന്നെ അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുമെന്ന് എന്നുള്ള തരത്തിൽ ട്രംപ് ഇപ്പോൾ പറയുമ്പോൾ ഇറാൻ ഇപ്പോഴും ആണവായുധ ശേഷി ഉണ്ട് എന്നുള്ള സൂചന കൂടിയല്ലേ ട്രംപ് നൽകുന്നത്? അതിന് തീർച്ചയായും ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി ഇറാനുണ്ട് എന്ന് തന്നെയാണ് ട്രംപ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആണവായുധം നിർമ്മിക്കുന്നതിന് അനിവാര്യമായ യുറേനിയം സമ്പുഷ്ടീകരിച്ച 70% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 450 കിലോഗ്രാമോളം ഒരു സ്റ്റോക്ക് ഇറാന്റെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ആണവ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ഈ സംവിധാനം സമ്പുഷ്ടീകരിച്ച് അത് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംവിധാനമാണ് പിടിച്ചെടുക്കുന്നത്. അതായത് 450 കിലോഗ്രാമോളം യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അത് അമേരിക്ക തന്നെ പിടിച്ചെടുത്ത് അമേരിക്കയിൽ കൊണ്ടുവന്ന് നശിപ്പിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ പിടിച്ചെടുത്ത യുറേനിയം അമേരിക്ക ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക അത് കൈവശപ്പെടുത്തുകയോ ചെയ്യുകയല്ല, അത് പിടിച്ചെടുത്ത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ചെയ്യുക എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ അനുവദിക്കില്ല. അതിന് കാരണം ഇറാൻ ഒരു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആണവായുധം പ്രോത്സാഹിപ്പിക്കാൻ ഇറാന് പിന്തുണ നൽകിയാൽ അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആണവായുധം നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും നശിപ്പിക്കുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.